പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. പരിശുദ്ധ സഭ വചന പ്രഘോഷണത്തെ എത്രയോ മഹത്തരമായിട്ടാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഘോഷകരെ നമ്മൾ ഒത്തിരി മാനിക്കണം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ചും സഭാ പാരമ്പര്യങ്ങളെക്കുറിച്ചും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പ്രബോധന ഗ്രന്ഥമാണ് ഡിഡാക്കെ എന്ന പുസ്തകം. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരരെ, നിങ്ങളോട് നിരന്തരം ദൈവവചനം പ്രഘോഷിക്കുന്നവരെ നിങ്ങൾ രാപ്പകൽ ഓർക്കണം. എന്തെന്നാൽ കർത്താവിൻ്റെ പ്രബോധനം പ്രഘോഷിക്കപ്പെടുന്നിടത്ത് കർത്താവ് സന്നിഹിതനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രഘോഷകരെ കർത്താവിന് എന്നവണ്ണം ബഹുമാനിക്കണമെന്ന് സഭ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കുക, എത്രയോ ആഴമുള്ള വാക്കുകളാണ്. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരെ നമ്മൾ രാപ്പകൽ പ്രാർത്ഥനയിൽ ഓർക്കണം. കർത്താവിന് എന്നവണ്ണം നമ്മൾ അവരെ ബഹുമാനിക്കണം. കാരണം കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നിടത്ത് കർത്താവ് സന്നിഹിതനാവുകയാണ്. ഹല്ലേലൂയ. ബോധ്യവും വിശ്വാസമുള്ളവർ വലതുകരം ഉയർത്തി ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റെ പകരക്കാരനായി ഓരോ പ്രഘോഷകനും മാറുകയാണ്. ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രബോധനം നമ്മളെ അറിയിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ കർത്താവ് ഈ നാളുകളിൽ ശക്തമായി ഉയർത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ ഡി ആണ്. ഹല്ലേലൂയ. ആ അനുഗ്രഹീത പ്രഘോഷകനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഷാലോമിൻ്റെ വിദേശ രാജ്യ ശുശ്രൂഷകളിലെല്ലാം ബെന്നി സാറിനോട് ചേർന്ന് കർത്താവ് ശക്തമായി നാളുകളിൽ ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോണിനെ ഈ വചനവേദിയിലേക്ക് ആദരപൂർവ്വം കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ഈശോയെ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോ മകൻ്റെ മേലും മകളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇന്ന് രാത്രിയിൽ അയക്കണമേ. ലോകം മുഴുവനും ശാലോം ടെലിവിഷൻ്റെ മുമ്പിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഓരോ മകനെയും മകളെയും തിരുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അത്ഭുതങ്ങളുടെ രാത്രിയാക്കി ഇത് മാറ്റണമേ പിതാവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഈശോയുടെ മുമ്പിലായിരിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വല്യപ്പച്ചൻ യാക്കോബ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്നെ അനുഗ്രഹിക്കാതെ അങ്ങേ വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതൊരു അഹങ്കാരത്തിൻ്റെ വാക്കുകളായിട്ട് ദൈവം കണ്ടില്ല. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ പിടിവാശി പോലെ ദൈവം കണ്ട് ദൈവം തോറ്റുകൊടുത്തു. നമ്മളിന്ന് രാത്രിയിൽ അടുത്തിരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിക്കരുത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. അസ്വസ്ഥപ്പെടരുത്. അദ്ദേഹം പ്രാർത്ഥിക്കാതെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെ അതൊട്ടും ഭാരപ്പെടുത്തരുത്. യേശുവിനോട് പറയണം: എനിക്ക് ആരുടെയും കാര്യം അറിയണ്ട, എന്നെ തൊടാതെ കടന്നു പോകരുത്, എന്നെ മറന്നു പോകരുത്, എന്നെ കടന്നു പോകരുത്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങേ ഞാൻ വിടത്തില്ല. ദൈവമക്കളെ, 25 ലക്ഷം പേര് ശാലോം നൈറ്റ് വിജിൽ കാണുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം പേരും അനുഗ്രഹത്തിന് വേണ്ടി ഇരിക്കുകയാണ് ഈ സമയം. ഇതിലാര് ദാഹത്തോടെ അല്ലാതെ ഇരിക്കുന്നോ അവരെ കർത്താവിന് തൊടാനായിട്ട് പറ്റുകയില്ല. നമുക്ക് ദാഹിക്കാം. ഒരു നിമിഷം പ്രിയപ്പെട്ട ഗായക സംഘത്തോടൊപ്പം ഈ ഗാനം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ പാടുകയാണ്. എൻ ജീവനാണ് 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 യേശു. എൻ ജീവനാണ് 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 യേശു. തൻ ജീവനെന്നിൽ തന്നു, ആ ജീവനെ ഞാൻ ആരാധിക്കുന്നു. തൻ ജീവനെന്നിൽ തന്നു, ആ ജീവനെ ഞാൻ ആരാധിക്കുന്നു. എൻ ജീവനാണ് 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 യേശു. എൻ ജീവനാണ് 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 യേശു. തൻ ജീവനെന്നിൽ തന്നു, ആ ജീവനെ ഞാൻ ആരാധിക്കുന്നു. തൻ ജീവനെന്നിൽ തന്നു, ആ ജീവനെ ഞാൻ ആരാധിക്കുന്നു. യേശുവേ യേശുവേ, അങ്ങേ പോലെ മറ്റാരുമില്ല. യേശുവേ യേശുവേ, അങ്ങേ പോലെ മറ്റാരുമില്ല. അങ്ങേ പോലെ
രാത്രി മുഴുവൻ അഗ്നി കൊണ്ട് സകല ഹൃദയവും അഭിഷേകം പ്രാപിക്കട്ടെ പിതാവേ. ഹല്ലേലൂയ. യേശുവേ. താങ്ക് യു വെരി മച്ച്. പിതാവേ, അവിടുത്തെ പുത്രനെ പോലെ ആരുമില്ല. There is none like Jesus in heaven and in earth. യേശുവിനെ പോലെ ആരുമില്ല എന്നാണ് പാട്ടുകാരോടൊപ്പം, അങ്ങയുടെ പ്രിയപ്പെട്ട കൊയറിനോടൊപ്പം ഞങ്ങൾ പാടിയത്. വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ്. അവരുടെ ശുശ്രൂഷയെ അവർ തിരിച്ചറിഞ്ഞങ്ങ് മഹത്വപ്പെടുത്തുന്ന ഈ രാത്രി ഞങ്ങൾ അവരോടൊപ്പം ചേരുകയാണ്. ഞങ്ങൾ ഒറ്റ കുടുംബമായി, ശാലോം കുടുംബമായി, ദൈവരാജ്യത്തിന്റെ മക്കളായി രാത്രിയിൽ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. വചനം ഞങ്ങൾക്ക് തരണം, വചനത്തിലൂടെ സംസാരിക്കണം, എൻ്റെ നാവിനെയും തൊടണം. എനിക്കറിയാം 25 ലക്ഷം പേര് ഇത് കേൾക്കും. ഓരോ ഹൃദയത്തിലും വാള് പോലെ കടന്നു വരണം പിതാവേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 4, 5, 6, 7 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാം, I have put my word into your mouth. എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഇടിച്ച് തകർക്കാനും പിഴുതെറിയാനും നട്ടുപിടിപ്പിക്കാനും പണിതുയർത്താനും രാജ്യങ്ങളുടെയും ദേശങ്ങളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. സകല ചങ്ങലകളും പൊട്ടിച്ചെറിയുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ വചനാഗ്നി, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി രാത്രിയിൽ അപ്പൻ വെളിപ്പെടുത്തണം. പ്രവാചകന്മാർക്ക് കൊടുത്ത അഭിഷേകം തരണം, യേശയ്യായി കൊടുത്ത അനോയിന്റിങ് തരണം പിതാവ്. അതേ അഭിഷേകം ശക്തിയോട് ദൈവവചനം പ്രഘോഷിക്കുവാൻ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമായി തന്നെ കേൾക്കുന്നവരുടെ ഹൃദയത്തെ കീറിമുറിക്കുവാൻ, ക്യാൻസറുകൾ കരിഞ്ഞു പോകുന്ന വചനമായി, ട്യൂമറുകൾ കരിഞ്ഞു പോകുന്ന വചനമായി, വന്ധ്യതകൾ കരിഞ്ഞു പോകുന്ന വചനമായി രാത്രിയിൽ വചനം കടന്നു വരട്ടെ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, അസ്വസ്ഥപ്പെടുന്നവർ എല്ലാവരും വചനത്തിന്റെ മുൻപിൽ കീഴടങ്ങട്ടെ. ദൈവവചനം, പാഞ്ഞു വരുന്ന വചനം, മിന്നലിനേക്കാൾ വേഗത്തിൽ ഓടുന്ന വചനം, പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം. A powerful word. My God, I praise your name. Hallelujah. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് വചനം കേൾക്കാം മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദാഹിക്കണം, ഒരാൾ പോലും അലസരായിട്ടിരിക്കരുത്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. എന്നെ തൊടണം യേശു, എന്നെ തൊട്ടേ പറ്റൂ, അല്ല ഞാൻ ഇവിടുന്ന് പോകത്തില്ല ഇന്ന് രാത്രി. കർത്താവ് എന്നെ തൊടാതെ പോകരുത്, എന്നെ സ്പർശിക്കണം, എന്റെ കുടുംബത്തിലേക്ക് വരണം. ദാഹത്തോട് പിടിവാശി പിടിച്ച് ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുന്ന യേശു പറഞ്ഞില്ലേ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. താങ്ക് യു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ തിരുവചനമാണ് നമ്മൾ ഇന്ന് നൈറ്റ് വിജിൽ ചിന്തയ്ക്കാട്ടെടുക്കുന്നത്. ഹൃദയങ്ങളെ തുറന്ന് ദാഹത്തോടെ ഇരിക്കണം. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് യേശു അവനോട് പറഞ്ഞു, എഫാത്താ, തുറക്കപ്പെടട്ടെ. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നൈറ്റ് വിജിലിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം എഫാത്താ, തുറക്കപ്പെടട്ടെ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവൻ സയൻസ് ജനങ്ങളെ പറഞ്ഞ്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമെന്ന് പറയുന്നത് മതത്തിന്റെ കണ്ടുപിടുത്തമാണ്. യേശു എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഒരു വിഡ്ഢിത്തരമാണ്. മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് മക്കളെ. അതുകൊണ്ട് ദൈവമുണ്ടെന്നും പറഞ്ഞ് ആരും ജീവിതമൊന്നും പാഴാക്കരുത്, അടിച്ചു പൊളിക്കുക. ലോകം മുഴുവനും പുതിയ തലമുറ ദൈവമില്ല എന്നുള്ളത് സ്കൂളിൽ നിന്ന് കേട്ട് വളർന്നു വരുന്നു. യൂറോപ്പിൽ ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുന്നു. 2 കൊറിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു, ഈ ലോകത്തിന്റെ ദേവൻ, the God of this world has blinded the eyes of the unbeliever. ഈ ലോകത്തിന്റെ ദേവൻ
അവിശ്വാസികളായ മനുഷ്യരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്മൂലം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ലഭിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. സയൻസും എത്തീസവും നിരീശ്വരവാദവും എല്ലാം കൂടി ജനത്തിന്റെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവരറിയുന്നില്ല. 1 യോഹന്നാൻ 2:11, ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കളെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു. വടക്കേ ഇന്ത്യയിലാണ്. അയാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഹിമാലയത്തിന്റെ ഗുഹയുടെ അകത്തോട്ട് പോയി. അയാൾക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇനി ഒരിക്കലും സൂര്യപ്രകാശം കാണുകയില്ല. ഞാൻ സൂര്യപ്രകാശം കാണാതെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ പ്രകാശം കാണാനായിട്ട് പറ്റും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അയാൾ ഒരു ഗുഹയുടെ അകത്ത് കയറി കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രിയാകുമ്പോൾ മാത്രം പുറത്തിറങ്ങും, കുറച്ച് ഇലയും കുറച്ച് വെള്ളമൊക്കെ അകത്താക്കും, വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. 25 വർഷങ്ങൾ ആ മനുഷ്യൻ ഗുഹയുടെ അകത്തിരുന്നു, പ്രാർത്ഥിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹത്തിന്റെ 2 കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. ഈ സമയത്താണ് മലയോരങ്ങളിൽ സുവിശേഷവുമായി ദൈവത്തിന്റെ ദാസനായ സാധു സുന്ദർ സിംഗ് കടന്നു ചെല്ലുന്നത്. അദ്ദേഹം ഈ ഗുഹയുടെ അകത്തിരിക്കുന്ന കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി പാവപ്പെട്ട മനുഷ്യനെ, ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച മനുഷ്യനെ ഗുഹയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. അദ്ദേഹത്തോട് യേശു ക്രിസ്തുവിനെ പറ്റി താൻ പങ്കുവച്ച കാര്യം, സുവിശേഷം പങ്കുവച്ച കാര്യം സാധു സുന്ദർ സിംഗ് തന്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നൈറ്റ് വിജിലിൽ നമ്മൾ ചിന്തിക്കുന്നു, എഫാത്ത, ദൈവം നമുക്ക് വേണ്ടി എല്ലാ വാതിലുകളും തുറന്നു തരുന്ന ദൈവം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സാക്ഷ്യപ്പെടുത്തി ഞാൻ കേട്ടിട്ടുണ്ട്. നൈറ്റ് വിജിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ടെലിവിഷൻ സ്ക്രീനിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതം സംഭവിച്ചു. മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നതായിട്ട് അറിയുന്നു, ക്യാൻസർ മാറുന്നതായിട്ട് അറിയുന്നു, കുഞ്ഞുങ്ങളുടെ സംസാരശേഷി തിരിച്ചു വരുന്നു, സാമ്പത്തിക ബാധ്യത മാറുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം എന്നെയും നിങ്ങളെ നോക്കി പറയാൻ, എഫാത്താ, തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. നിന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. 1, ആവശ്യങ്ങളുടെ മുൻപിൽ നമ്മുടെ കണ്ണുകളെ തുറന്നു തരുന്ന ദൈവം നമ്മളെ നോക്കി ഇന്ന് രാത്രിയിൽ പറയുന്നു, എഫാത്ത, തുറക്കപ്പെടട്ടെ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാമത്തെ തിരുവചനം, ദൈവം ഹാഗാറിന്റെ കണ്ണുകൾ തുറന്നു എന്ന് വചനം എഴുതി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹാമിന് തന്റെ ദാസിയായ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഹാഗാർ അബ്രഹാമിന്റെ ഭാര്യയായ സാറായോട് വളരെ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. ഒടുവിൽ അവളെ, കുഞ്ഞിനെയും വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ട അവസ്ഥ വന്നു. കുഞ്ഞുമായിട്ട് ദാസിയായ ഹാഗാർ മരുഭൂമിയിലൂടെ പോകുന്ന സമയത്ത് തുരുത്തിയിലുണ്ടായിരുന്ന വെള്ളം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. വെള്ളം തീർന്നു പോയ ഹാഗാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കുളമോ വെള്ളമോ ഒന്നും കാണാതെ വാവിട്ട് നിലവിളിച്ചു. ഒടുവിൽ അവൾ അവളുടെ കുഞ്ഞിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ കിടത്തിയിട്ട് ചാകാൻ വേണ്ടി വിട്ടുകൊടുത്തു. എന്നിട്ട് അവൾ മാറിയിരുന്നിട്ട് പറഞ്ഞു, ദൈവമേ, എൻ്റെ കുഞ്ഞ് വെയിലടിച്ച് കരിഞ്ഞ് മരിച്ചു പോകും, നീ അത് കാണുന്നില്ലേ? കുറെ സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ദൈവം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. കർത്താവ് അവളുടെ കണ്ണുകളെ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു, എഫാത്താ, തുറക്കപ്പെടട്ടെ, നിന്റെ കണ്ണുകളെ തുറക്കപ്പെടട്ടെ. അവളുടെ കണ്ണുകൾ തുറന്നു. മരുഭൂമിയിൽ നിന്നും പൊങ്ങി വരുന്ന ഒരു നീരുറവ അവൾ കണ്ടു. അവൾ ഓടിച്ചെന്ന് അവിടെ നിന്നും വെള്ളമെടുത്ത് തന്റെ കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞ് ജീവിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു ഉറവകളുമില്ലാതെ സകലതും തകർന്ന് തരിപ്പണമായിരിക്കുന്ന നമ്മളെ നോക്കി സ്വർഗസ്ഥനായ പിതാവ് പറയുന്നു, എഫാത്താ, തുറക്കപ്പെടട്ടെ. ഫെബ്രുവരി മാസത്തിലെ ഷാലോം ടൈംസ് മാഗസിൻ നിങ്ങൾ വായിച്ചെങ്കിൽ അതിൻ്റെ അകത്ത് മനോഹരമായ ഒരു സംഭവം അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ പട്ടണത്തിൽ നിന്നും ജെയിംസ് വടക്കേക്കര എന്ന് പറയുന്ന ഒരു കത്തോലിക്കനായ സഹോദരൻ എഴുതിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയായ നേഴ്സും ഒരു ദിവസം തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ പനി മാറാത്തത് മൂലം ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല, ഒരു സംശയമുണ്ട്, അതുകൊണ്ട് ടെസ്റ്റുകൾ ചെയ്യണം. ടെസ്റ്റുകളുടെ റിസൾട്ട് പുറത്തു വന്നു. അമേരിക്കയാണ്, നിങ്ങൾക്ക് അറിയാം, വളരെ മനോഹരമായി ഒരു ടെസ്റ്റുകൾ ചെയ്തു. റിസൾട്ട് പുറത്തു വന്നു, ബ്ലഡ് ക്യാൻസർ ആണ്, രക്തത്തിൽ ക്യാൻസർ ആണ്, ലുക്കീമിയ എന്ന് പറയുന്ന രോഗമാണ്, മലയാളി കുടുംബമാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുന്ന എല്ലാവരെയും ഹല്ലേലൂയ പറയിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ തകർന്ന് തരിപ്പണമായി പോയി.
അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, കൊന്ത ചൊല്ലാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കാതെ നേഴ്സായി ജോലി ചെയ്തുകൊണ്ടിരുന്ന, രോഗികൾക്ക് ശുശ്രൂഷ ചെയ്ത് ആരും അറിയാതെ ജപമാല ചൊല്ലി എളിമയോടെ കുരിശിന്റെ പുറകിൽ മറഞ്ഞു നിന്ന അവളുടെ അമ്മ, ഈ ബ്ലഡ് ക്യാൻസർ ബാധിച്ച കുഞ്ഞിന്റെ അമ്മ നേഴ്സാണ്. അവള് പറഞ്ഞു, ചേട്ടൻ തളർന്നു കിടക്കുകയാണെങ്കിൽ അവിടെ കിടക്കട്ടെ, എനിക്ക് തളർന്നു കിടക്കാൻ സമയമില്ല. ആശുപത്രിയിൽ നിന്ന് 3 ദിവസത്തെ ലീവ് എടുത്തിട്ട് അവൾ വീട്ടിൽ വന്ന് അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ്. അതിൻ്റെ അകത്ത് കയറി അവൾ വാതിലടച്ചിട്ട് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങി വരുന്നത് വരെ ചേട്ടൻ എന്നെ വിളിക്കരുത്. ഞാൻ വെള്ളം കുടിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല. 2-1 അറിഞ്ഞിട്ടേ ഞാൻ പുറത്തു വരത്തുള്ളൂ. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ഈശോയ്ക്ക് ഇങ്ങനെയുള്ളവരെ ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രിയിൽ ആര് പറയും 2-1 അറിഞ്ഞിട്ടേ ഞാൻ കർത്താവിന്റെ അടുത്ത് നിന്ന് പോകത്തുള്ളൂ? വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ എന്റെ അപ്പച്ചനെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. ദൈവത്തിന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് യാക്കോബ് പറഞ്ഞു, യു ഷുഡ് ബ്ലെസ് മീ. അങ്ങനെ അനുഗ്രഹിച്ചേ പറ്റൂ, ഞാൻ വിടുകയില്ല. അമേരിക്കയിലെ മലയാളി നേഴ്സ്, ഒരു വീട്ടമ്മ, അവൾ കർത്താവിന്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വെള്ളം കുടിച്ചില്ല, ആഹാരം കഴിച്ചില്ല. 3 ദിവസം വാവിട്ട് നിലവിളിച്ചു, മുറി അടച്ചിട്ടിട്ട്, കർത്താവേ എന്റെ മകളുടെ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ മാറിയേ പറ്റത്തുള്ളൂ. 2-1 അറിഞ്ഞിട്ടേ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങത്തുള്ളൂ. 72 മണിക്കൂറുകൾ വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ മലയാളി നേഴ്സ് പ്രാർത്ഥിച്ചു. 73ാമത്തെ മണിക്കൂറിൽ അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ആഹാരം കഴിച്ചു. ഭർത്താവ് ചോദിച്ചു, എന്ത് പറ്റി? 2-1 അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് പറഞ്ഞു, നീ അങ്ങനെ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞാലോ? അവൾ പറഞ്ഞു, അച്ചായം പേടിക്കണ്ട, നമുക്കിന്ന് വൈകുന്നേരം കുഞ്ഞിനെ കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് പോകണം. കുഞ്ഞിനെ കൊണ്ട് ഡോക്ടറിന്റെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ നോക്കി വിട്ടതല്ലേ, ഇനി എന്തിനാ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്? അവൾ പറഞ്ഞു, ഡോക്ടറെ എന്റെ മോളെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ നേഴ്സല്ലേ, ഞാൻ 3-4 ദിവസം മുമ്പല്ലേ എല്ലാം ടെസ്റ്റ് ചെയ്ത് തന്നു വിട്ടത്. ഒരു നേഴ്സായ നിങ്ങൾ വിവരമില്ലാത്തതുപോലെ പറഞ്ഞാലോ? അല്ല ഡോക്ടറെ, ഞാൻ ഒത്തിരി സങ്കടത്തിലാണ്, പ്രാർത്ഥിച്ച കാര്യമൊന്നും പറഞ്ഞില്ല, ഈ എൻ്റെ മോളെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യണം. ഡോക്ടർ നിർബന്ധം സഹിക്കാൻ എന്ന് പറഞ്ഞു. ഓക്കെ, ടെസ്റ്റ് ചെയ്തേക്കാം. ടെസ്റ്റ് ചെയ്തു പ്രിയപ്പെട്ടവരെ. ടെസ്റ്റിന്റെ റിസൾട്ടുമായിട്ട് റിസൾട്ട് കിട്ടിയ ആൾ കൊണ്ട് ഇത് ഡോക്ടറിന്റെ കൊടുക്കുകയാണ്. ഡോക്ടറിന്റെ കൈകൾ ഇരുന്ന് വിറയ്ക്കുകയാണ്. സിസ്റ്റർ ചോദിച്ചു, എന്താ ഡോക്ടറെ? ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ചോദിച്ചു, എന്താ ഡോക്ടറെ? ഞാൻ എൻ്റെ കൺമുൻപിൽ കാണുന്നത് എൻ്റെ കണ്ണുകൾക്കും എൻ്റെ ബുദ്ധിക്കും ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സത്യമാണ്. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. സിസ്റ്റർ ചോദിച്ചു, ഡോക്ടറെ എന്താ ഡോക്ടർ കാണുന്നത്? ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന്റെ രക്തത്തിൽ ക്യാൻസർ ഇല്ല, കുഞ്ഞിന്റെ രക്തം പരിപൂർണമായി നോർമൽ ആയിരിക്കുന്നു. ഒരു രോഗവുമില്ലാത്ത ഒരു കുഞ്ഞിനെ പോലെ ശുദ്ധമായ രക്തത്തിന്റെ റിസൾട്ടാണ് സിസ്റ്ററെ ഇവിടെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. സിസ്റ്റർ എന്ത് മരുന്നാണ് സിസ്റ്ററിന്റെ കുഞ്ഞിന് കൊടുത്തത്? സിസ്റ്റർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്, നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, വാതിലുകൾ അടയുമ്പോൾ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല ഡോക്ടറെ, ആഹാരം കഴിച്ചിട്ടില്ല ഡോക്ടറെ, ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല ഡോക്ടറെ, ഞാൻ കട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല ഡോക്ടറെ. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, 2-1 അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. 3ാമത്തെ ദിവസമായപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു ബോധ്യം തന്നു, സ്വർഗം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നെന്ന്. അപ്പോഴാണ് ഞാൻ പ്രാർത്ഥന നിർത്തിയത്. എൻ്റെ കുഞ്ഞിന് സൗഖ്യമായി ഡോക്ടറെ, എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഇതുപോലെയോ ഇതിനേക്കാൾ ഭയങ്കരമാട്ടോ മകള് നമുക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കുടുങ്ങാൻ പോകുന്നു. വീട്ടുകാരെ ധിക്കരിച്ച് കല്യാണം കഴിക്കാനായിട്ട് ഓടാൻ പോകുന്നു. ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എല്ലാ വാതിലും അടഞ്ഞു നിൽക്കുന്ന അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ കാലെ പിടിച്ചിട്ട് പറയണം, എന്നെ അനുഗ്രഹിച്ചല്ലാതെ 2-1 അറിഞ്ഞല്ലാതെ ഞാൻ പോവുകയില്ല. അമേരിക്കയിൽ ബ്ലഡ് ക്യാൻസർ മൂലം വിഷമിച്ച ഞങ്ങളുടെ മലയാളി പെൺകുട്ടിയെ 3 ദിവസം ബലം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന് സുഖപ്പെടുത്തിയ യാക്കോബിന്റെ ദൈവമേ, എന്റെ വല്യപ്പച്ചനായ യാക്കോബിന്റെ ദൈവമേ, കം ആൻഡ് ബ്ലെസ് മീ. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക, അഭിഷേകമായിട്ട് വരിക, അഗ്നിയായിട്ട് വരിക, സൗഖ്യമായിട്ട് വരിക, വിടുതലായിട്ട് വരിക. നീ ജീവിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഒരു ചെറിയ ദൈവമായിട്ട് കാണുന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ദൈവം വലിയ ദൈവമാണ്. 2 കൊരിന്ത്യർ 4:6 അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം എന്ന് വെച്ചാൽ നമ്മുടെ ഇരുട്ടിന്റെ അകത്ത് തന്നെ പ്രകാശത്തെ ദൈവം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. രോഗത്തിന്റെ അകത്ത് തന്നെ സൗഖ്യം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. കഷ്ടകാലത്തിന്റെ അകത്ത് തന്നെ ഒരു അനുഗ്രഹത്തെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം. എനിക്കിത് ആദ്യം വായിച്ചിട്ട് അത്ഭുതം തോന്നി. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ, അതാണ് നമ്മുടെ ദൈവം. ഇരുട്ടിന്റെ അകത്ത് തന്നെ ഒരു അത്ഭുതത്തെ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ നമ്മുടെ ദൈവം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ
അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. സക്രിയ പ്രവാചകൻ പ്രവചനത്തിന്റെ ആത്മാവിൽ കാണുകയാണ് യേശുവിന്റെ ഹൃദയം തുറക്കപ്പെടുന്നതും രക്തം ഒഴുകി വരുന്നതും കണ്ടിട്ട് പറയാണ്, ഒരു ഉറവ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും, അത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ലൂക്കാസ് സുവിശേഷം 4:18 പറയുന്നത്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, ബന്ധിതരെ മോചിപ്പിക്കാൻ, അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ ഞാൻ ഇതാ കടന്നു വന്നിരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് കടന്നു ചെന്നു. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇരിക്കുകയാണ്. ആ കൂട്ടത്തിൽ കഴുത്തിന് താഴേക്ക് പൂർണ്ണമായിട്ടും തളർന്നു പോയ ഒരു മെക്സിക്കൻ പെൺകുട്ടിയെ ഭാഷ അറിയാഞ്ഞിട്ട് പോലും അപ്പനും അമ്മയും കൂടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ്. 5 ദിവസങ്ങൾ കടന്നുപോയി, യാതൊന്നും സംഭവിച്ചില്ല. 5-ാമത്തെ ദിവസം ധ്യാനം തീരാൻ പോകുന്നു. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നായ്ക്കമ്പറമ്പിലച്ചൻ പ്രാർത്ഥിക്കുകയാണ്. ബെനഡിക്ഷൻ, അതിന്റെ അവസാനത്തെ ആശീർവാദത്തിന്റെ സമയമായി. ഈശോയെ ഉയർത്തിയ ഈശോയെ പൊക്കിപ്പിടിച്ചിട്ട് അച്ഛൻ അല്പനേരം പ്രാർത്ഥിച്ചു. അരുളിക്ക താഴെ വയ്ക്കുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞു, ആശീർവദിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സന്ദേശം വിളിച്ചു പറയാനുണ്ട്. ഹല്ലേലൂയ. ആശീർവാദം ഞാൻ ഇവിടെ നിർത്തുകയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട്, എനിക്കൊരു മെസ്സേജ് പറയാനുണ്ട്. എന്നിട്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞു, കഴുത്തിന് താഴേക്ക് തളർന്ന് കിടക്കുന്ന തളർവാദ രോഗിയായ ഒരു മെക്സിക്കൻ പെൺകുട്ടിയുടെ മേൽ ദൈവത്തിന്റെ മിന്നലൊളി കടന്നു വരുന്നു. കർത്താവ് അവളെ എഴുന്നേൽപ്പിക്കുന്നു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ പുറകിൽ ഒരു വലിയ നിലവിളി കേട്ടു. കഴുത്തിന് താഴേക്ക് തളർന്നു കിടന്ന മെക്സിക്കൻ പെൺകുട്ടിയുടെ മേൽ ദൈവത്തിന്റെ മിന്നലൊളി പതിച്ചു. അവൾ ചാടി എഴുന്നേറ്റു. കിടക്കേന്ന് എഴുന്നേറ്റ് അവൾ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അച്ഛൻ നിന്ന സ്റ്റേജിൽ അവൾ വന്നു കയറി. അച്ഛൻ അവളെ കെട്ടിപ്പിടിച്ചു. പിന്നെ കണ്ടത് ദൈവവിശ്വാസമില്ലാതെ കടന്ന 1.5 ലക്ഷത്തോളം ജനങ്ങൾ വാവിട്ട് നിലവിളിക്കുന്നതാണ്. ഉച്ചത്തിൽ പറഞ്ഞ മക്കൾ ഹല്ലേലൂയ. അവളെ ചികിത്സിച്ച അമേരിക്കൻ ഡോക്ടർമാരടക്കം വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഈ സംഭവം ഇടയായി എന്ന് ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ചൻ പറഞ്ഞത് ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ അലസത വിട്ടങ്ങോട്ട് ഉണരണം. സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും ക്രിസ്ത്യാനികൾ ഇതിനേക്കാൾ ശ്രദ്ധയോടെയാണ് പ്രിയപ്പെട്ടവരെ ഇരിക്കുന്നത്. ദൈവവചനം കേൾക്കുന്നതിനേക്കാൾ എത്രയോ ശ്രദ്ധയോടെയാണ് സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്നത്. ഒറ്റ രംഗം പോലും വിടത്തില്ല. ആദ്യം തൊട്ടേ പോകണം, ഒരു സീനും പോകാൻ പാടില്ല. അവസാനം വരെ കണ്ണു തുറന്നു പിടിച്ചിരിക്കും. ദൈവവചനം കേൾക്കുമ്പോഴും വിശുദ്ധ കുർബാനയ്ക്കുമാണ് നമുക്ക് ഉറക്കം വരുന്നത്. സിനിമാ തിയേറ്ററിൽ നമ്മൾ ഉറങ്ങത്തില്ല, TV കാണുമ്പോൾ നമ്മൾ ഉറങ്ങത്തില്ല. എല്ലാം ചെലവാകുന്നത് ദൈവത്തിന്റെ മുമ്പിലാണ്. എന്നിട്ട് സ്വർഗം തുറക്കണമെന്ന് പറഞ്ഞാൽ അസാധ്യമാണ് പ്രിയപ്പെട്ടവരെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു സംഭവം കൊണ്ട് അമേരിക്കയിലെ ശാലോം ഫെസ്റ്റിവലിൽ പോയപ്പോൾ, ബെനിസാന്റെ കൂടെ പോയപ്പോൾ, ഒറ്റ ദിവസം കുർബാന മുടക്കാത്ത ഒരു നേഴ്സിനെ കണ്ടു. ചോദിച്ചപ്പോ എന്താ പറഞ്ഞെന്നറിയാമോ? വടക്കേ ഇന്ത്യയിലെ കത്തോലിക്ക നേഴ്സാ, വടക്കേ ഇന്ത്യയിലെ ചേരി പ്രദേശത്ത് വളർന്നവളാണ്. ഓർത്തോണം, റോഡ് സൈഡിൽ ഒരു കൊച്ചു ഓലക്കുടിൽ എന്ന് പറഞ്ഞ ഒറ്റ മുറി, അരമുറി, റോഡിന്റെ സൈഡിൽ ചേരി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ചേരിയിൽ 4 പെൺകുട്ടികൾ അപ്പനും അമ്മയ്ക്കും. പക്ഷേ അപ്പനും അമ്മയും പറഞ്ഞു, മക്കളെ ഭക്ഷണം ഇല്ലെങ്കിൽ വേണ്ട, കുർബാനയ്ക്ക് പോയിക്കോണം. ഇന്നത്തെ ചിലപ്പോൾ ആഹാരം വിശുദ്ധ കുർബാന മാത്രമായിരിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് പോകും, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഉച്ചയ്ക്ക് ആഹാരമില്ല, രാത്രി ഒന്നുമില്ല. അനേക ദിവസങ്ങൾ കുർബാനയ്ക്ക് മാത്രം പോയി. മക്കളെ ദൈവം അനുഗ്രഹിച്ചു, പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം കൂടെ ഇതുങ്ങളെ പറഞ്ഞ് +2 വിട്ടു, പാസ്സായി, നഴ്സിംഗിന് വിട്ടു. ഡൽഹിയിൽ ഒരു ആശുപത്രിയിൽ ജോലി കിട്ടി. അവിടെ നിന്നും അമേരിക്കയിൽ എത്തിച്ചേർന്നു. ഇന്ന് 4 കാറ്, 8 മുറിയുള്ള ഒരു പടുകൂറ്റൻ വീട്, പുറകിൽ സ്വിമ്മിംഗ് പൂള്. ഇതിന്റെ എല്ലാ മധ്യത്തിലും ഏതെങ്കിലും ഒരു സമയത്ത് കുർബാന മുടക്കാത്ത ഒരു നേഴ്സ്. അവളോട് ചോദിക്കുമ്പോൾ ആ നേഴ്സ് പറയാണ്, ഡോക്ടറെ, ചേരി എന്റെ മുൻപിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ചേരി എന്റെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ചേരിയിൽ നിന്നും എന്നെ പൊക്കിയെടുത്ത് അമേരിക്കയിലെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നാക്കിയ എന്റെ കർത്താവിനെ മറന്നു കളയാൻ സമയമായിട്ടില്ല. ചേരിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ബഹുമാനപ്പെട്ട അച്ഛന്മാരും എൻ്റെ പ്രിയ മാതാപിതാക്കളും പറഞ്ഞു വന്നു, ആഹാരമില്ലെങ്കിലും നീ കുർബാന മുടക്കരുത്. അന്ന് ഞാൻ ചേരിയിൽ നിന്ന് പോയി കുർബാന സ്വീകരിച്ചു. ദൈവം എനിക്ക് വേണ്ടി തുറന്നുന്ന ഉറവയാണ് ഞാൻ ഇന്ന് അമേരിക്കയിൽ എത്തിയത്. പ്രിയപ്പെട്ടവരെ, ചിലര് ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ഇരിപ്പ് തന്നെ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളെ നോക്കുന്നുണ്ട്, സിനിമയ്ക്ക് ഇരിക്കുന്നത് എങ്ങനെയാണെന്നും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് എങ്ങനെയാണെന്നും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ജെറമ്യ 29:11 പറഞ്ഞത്, നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. നീ സിനിമ കാണുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, നീ സീരിയൽ കാണുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, നീ TV കാണുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, നീ എന്റെ മുമ്പിൽ വരുമ്പോ ഉറക്കം തൂങ്ങി പറ്റില്ല ഈ പരിപാടി. നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. ഇഫ് യു സീക്ക് മീ വിത്ത് ഓൾ ഓഫ് യുവർ ഹാർട്ട് യു വിൽ ഫൈൻഡ് മീ. നീ എന്നെ കണ്ടെത്തും. കർത്താവ് അടിവരയിട്ട് പറയും, യു വിൽ ഫൈൻഡ് മീ. നീ എന്നെ കണ്ടെത്തും, കട്ടായം.
ഇത് കർത്താവിന്റെ വാക്കാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രാർത്ഥനകളുടെ രീതിയൊക്കെ മാറണം. ആരാധിക്കാനൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് നയിക്കുന്ന ആള് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഹാലലുയ വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്തേ പാട്ടിന്റെ ഇടയ്ക്ക് നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഹാലലുയ വരുന്നില്ല? എന്തേ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ആരും പറയാതെ ഗ്ലോറി ടു ഗോഡ് എന്ന് നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്? എന്തേ ഇതൊക്കെ പറഞ്ഞു തന്നാൽ മാത്രം വരുന്നു പ്രിയപ്പെട്ടവരെ? എന്തേ ഒരു നന്നാട്ടി പിള്ളേർ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഹാലലുയ തന്നെത്താൻ വരുന്നില്ല? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ചേർന്ന് പറഞ്ഞേ ഹാലലുയ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണോ നമ്മുടെ മക്കൾ നമ്മളെ നോക്കി ചിരിക്കുന്നത്? മോനെ അപ്പനെ നോക്കി നീ ചിരിച്ചേ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞാൽ മാത്രമേ നീ ചിരിക്കത്തുള്ളൂ അല്ലേടാ. പ്രൈസ് ദി ലോർഡ്. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നുടനെ ഉമ്മതാടാ. ആദ്യമൊക്കെ നല്ല രസമാണ്, പക്ഷെ പിന്നെ മനസ്സിലാകുന്നു ഇവൻ പറഞ്ഞാലേ ഉമ്മ തരത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ അടുത്ത വീട്ടിൽ ശ്രദ്ധിച്ചപ്പോൾ അവിടുത്തെ അമ്മച്ചിക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ അവർ ഓടിച്ചെന്ന് ബാഗ് ഇട്ടിട്ട് അമ്മച്ചിക്ക് ഉമ്മ. അന്നേരം എവിടെയോ കയറി കൊണ്ടു. അന്നേരം പറഞ്ഞു, എന്റെ മക്കള് പറഞ്ഞാലേ ഉമ്മ തരത്തുള്ളൂ. അവളുടെ വീട്ടില് പിള്ളേർ ബാഗ് ഇട്ടിട്ട് ഉമ്മ കൊടുക്കുന്നു. ചേർന്ന് പറ മക്കളെ ഹല്ലേലൂയ. ഞാൻ ഒരു അൽമായ സഹോദരനാണ്. ഞാൻ 15 വർഷമായിട്ട് സുവിശേഷം പറയുന്നു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പഠിച്ച സത്യമാണ് ഈ രാത്രി പങ്കുവയ്ക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന ദൈവമാണ്. നമുക്ക് കർത്താവിനോട് വട്ടുപിടിച്ച ഒരു ഭ്രാന്ത് പിടിച്ച ഒരു സ്നേഹമുണ്ടെന്ന് കണ്ടാൽ, നമ്മുടെ പ്രാർത്ഥനകൾ തെറ്റിയാലും നന്മ നിറഞ്ഞ മറിയത്തിന്റെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും കർത്താവിന്റെ മുഖം പാടത്തില്ല. കർത്താവിന്റെ പുഞ്ചിരി നമ്മുടെ മേലുണ്ടായിരിക്കും. കർത്താവിനോട് പറയണം, എല്ലാറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്നതിനേക്കാൾ നിന്റെ വചനത്തിന്റെ മുമ്പിൽ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ എന്റെ ഹൃദയം തുറന്നിരിക്കും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിത്ത് ഓൾ ഓഫ് മൈ ഹാർട്ട് ഐ വിൽ സീക്ക് യു ഓ ഗോഡ്. 63-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വചനം പറയുന്നു, ഓ ഗോഡ് യു ആർ മൈ ഗോഡ്. ദൈവമേ, അങ്ങാണ് എന്റെ ദൈവം, അങ്ങാണ് എന്റെ ദൈവം. ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ തേടുന്നു. ഹല്ലേലൂയ. ഓ ഗോഡ് യു ആർ മൈ ഗോഡ്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. നമ്മളുടെ വേദനകളുടെ മുമ്പിൽ ദൈവം നമ്മുടെ കണ്ണ് തുറന്നു തരുന്നു. ഉച്ചത്തി പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. 2, തെറ്റിപ്പോയ വഴികൾ കാണിച്ചു തരാൻ ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്നു തരുന്നു. എഫാത്ത എന്ന് പറയുന്നു. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 31-ാം തിരുവചനം. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളുമായി വഴി നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. രംഗം ഈ രാത്രിയിൽ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാലാം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ പ്രവാചകനാ. നായ്ക്കമ്പറമ്പലച്ചിനെ പോലെ, വട്ടായലച്ചിനെ പോലത്തെ അന്നത്തെ കാലത്തെ ആളുടെ പേരാണ് ബാലാം എന്ന് പറയുന്നത്. ബെന്നിപ്പുനത്ര ബ്രദറിനെ പോലെ അന്ന് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ പേരാണ് ബാലാം. ബാലാമിനെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റുന്നു, സന്ദേശങ്ങൾ കിട്ടുന്നു. ഇതറിഞ്ഞ ഒരു രാജാവ്, വിജാതീയ രാജാവ്, ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇസ്രായേൽക്കാർ ഒരു സ്ഥലത്തും യുദ്ധം തോക്കുന്നില്ല. അതിന്റെ കാരണം മനസ്സിലായി, അവരുടെ കൂടെ ദൈവമുണ്ട്. താൻ അവിടെ വന്ന് അവരെ ഒന്ന് ശപിച്ചു തരണം, ഞാൻ പണി പറ്റിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ഇയാൾ എന്തെന്നറിയാമോ? കർത്താവിനെ തിന്നിട്ട് വെച്ച്, കർത്താവേ, ഞാൻ പോയി അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ ശപിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ആരങ്ങി പോകരുത്, ഷേപ്പ് ഞാൻ മാറ്റിക്കളയും, അവിടെ തന്നെ ഇരുന്നോണം, നീ പോകരുത്. അപ്പൊ അവന്മാർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, പണം തരാം, പൈസ തരാം, ഗോൾഡ് തരാം, സിൽവർ തരാം, കാർ തരാം, പ്ലെയിൻ തരാം ഒക്കെ പറഞ്ഞപ്പോ പ്രവാചകൻ ഒരു ഇളക്കം, അഭിഷേകത്തിന്റെ അകത്തൊരു വിള്ളല്. പ്രവാചകൻ അവസാനം എന്തെന്നറിയാമോ? ദൈവത്തെ ധിക്കരിച്ചിട്ട് പൈസ കിട്ടുമെന്ന് കണ്ടപ്പോൾ പ്രവാചകൻ ഇച്ചിച്ചി പരിപാടി കാണിക്കാനായിട്ട് പോയി. ദൈവത്തിന്റെ മനസ്സിനെതിരായി പ്രവാചകൻ ഈ രാജാവിന്റെ കൂടെ, ഈ ബാലാക്ക് എന്ന് പറയുന്ന രാജാവിന്റെ കൂടെ പോയി. പോകുന്ന സമയത്ത് കഴുതപ്പുറത്തിരുന്ന് ഇങ്ങനെ ആടി ആടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴുത പെട്ടെന്ന് അവിടെ അങ്ങോട്ട് നിന്നിട്ട് കഴുത എന്തെന്നറിയാമോ? ഭിത്തിയിട്ട് ഒരസുകാണ്. ഭിത്തിയിൽ കാലിട്ട് ഉരക്കിപ്പോ ഇയാളുടെ കാല് ഭിത്തി പോയി കൊണ്ടു. കഴുത, എന്റെ കാല് മുറിഞ്ഞു, എന്റെ കാല് മുറിഞ്ഞു. എന്താണ് ഇത്? കഴുത വീണ്ടും വീണ്ടും ഭിത്തിയിലിട്ട് ഉരക്കുകയാണ്. അവസാനം കഴുത എന്തെന്നറിയാമോ? കവിഴ്ന്നടിച്ചൊരു വീഴ്ച വീണു. അന്നേരം ഇയാൾക്ക് കലി കയറി. ഇയാൾ വാട്ടിയെടുത്തിട്ട് ഈ കഴുതയെ പെരുക്കെ തല്ലി, ശരിക്ക് തല്ലി. ആട്ടി കൊണ്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് കഴുതയുടെ മേൽ വന്നു. ഉച്ചത്തി പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നല്ല പരിശുദ്ധാത്മാവാണ്. കഴുതയുടെ മേൽ വന്നിട്ട് കഴുത നല്ല മലയാളത്തിൽ സംസാരിച്ചതുപോലെ അന്നത്തെ ഭാഷയിൽ, എന്ത് ഭാഷയാണോ അതിൽ കഴുത പറഞ്ഞു, തനിക്ക് നാണമില്ലടോ എന്നെ ഇതുപോലെ എടുത്തിട്ട് തല്ലാൻ? തന്റെ മുമ്പിൽ നിൽക്കുന്ന മാലാഹെ കാണുന്നില്ലടോ? ഊരിയ വാളുമായി മാലാഹ നിൽക്കുന്നത് താൻ കാണുന്നില്ലടോ? ദുഷ്ട, എന്നെ തല്ലിക്കൊല്ലാതടോ. അന്നേരം അവന്റെ കണ്ണുകൾ കർത്താവ് തുറന്നു. മുൻപിൽ വാളുമായി നിൽക്കുന്ന ദൂതനെ ഈ പ്രവാചകൻ കാണുന്നു. അവന്റെ തെറ്റു മനസ്സിലാക്കി അവൻ വാവിട്ട് നിലവിളിക്കുന്നു. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബിനോയ് കരുമരുതെങ്കിൽ എന്ന് പറയുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ അച്ഛൻ, ബിനോയ് കരുമരുതെങ്കിൽ അച്ഛൻ, സിഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ധ്യാനം നയിക്കുന്ന ബിനോയ് അച്ഛൻ സിംഗപ്പൂരിൽ ധ്യാനിപ്പിച്ചിട്ട് പ്ലെയിനിൽ കേരളത്തിലേക്ക് വരുമ്പോൾ തന്റെ തൊട്ടടുത്ത സീറ്റിൽ ഒരു മലയാളി പെൺകുട്ടി ഇരുന്ന് ഉറങ്ങുന്നു.
അച്ഛൻ ലോഹയിട്ടിട്ടാണ് പ്ലെയിനിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു. 30,000 അടി ഉയരത്തിൽ പ്ലെയിൻ എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം കാണിച്ചു. ഇവള് വ്യഭിചാരം ചെയ്യുന്നു. ഭാര്യയും 2 മക്കളുമുള്ള ഒരാളുമായി ഇവൾ തെറ്റായ ബന്ധത്തിൽ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അച്ഛന് കാണിച്ചു കൊടുത്തു. അച്ഛന് പേടിയായി. ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയിനിൽ വെച്ച് ഇത് എങ്ങനെ ഇത് ചോദിക്കുന്നത്? മാത്രമല്ല ഇത് തെറ്റാണ്, കരണക്കുറ്റി നോക്കി അടി കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവളെ രക്ഷിക്കാൻ വേറൊരു മാർഗവുമില്ല, നീ ചോദിക്കടാ. അപ്പോൾ അച്ഛൻ പതുക്കെ സ്നേഹത്തോടെ പറഞ്ഞു, മോളെ ഞാനൊരു കത്തോലിക്ക പ്രീസ്റ്റാണ്, ഐ എം എ കാത്തലിക് പ്രീസ്റ്റ്, ഞാൻ ചോദിക്കുന്ന തെറ്റാണ്, മോൾ ക്ഷമിക്കണം. അച്ഛൻ എന്ത് വേണേ ചോദിച്ചു അച്ഛാ. ഉടനെ പറഞ്ഞു, നീ വ്യഭിചാരം ചെയ്യുന്നതാണ് ഞാൻ ദർശനത്തിൽ കാണുന്നത്. ഭാര്യയും 2 മക്കളുള്ള ഒരാളുമായിട്ട് നീ പാപത്തിലാണെന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു. ഇവള് പെട്ടെന്ന് അച്ഛൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അച്ഛാ, അച്ഛനെങ്ങനെ അറിഞ്ഞു? അപ്പൊ പറഞ്ഞു, കർത്താവ് എന്നെ കാണിച്ചു തന്നു, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഉടനെ അവള് പറഞ്ഞു, അച്ഛാ ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാണ്. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല, ഞാൻ കൂദാശ സ്വീകരിക്കുന്നില്ല. എനിക്ക് മനസ്സിലായി അച്ഛാ യേശു ഉണ്ടെന്ന്. എന്നിട്ട് അവൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, അച്ഛാ ഈ പ്ലെയിൻ താഴെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് അച്ഛൻ എന്നെ ഓടുന്ന പ്ലെയിനിൽ വെച്ചൊന്ന് കുമ്പസാരിപ്പിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ലോഹയിട്ടിരുന്ന ബിനോയച്ചൻ പ്ലെയിനിൽ നിന്ന് എഴുന്നേറ്റു. ആൾക്കാരെല്ലാം കാണുക, സൈഡ് ട്രേ തുറന്നു, തന്റെ കുഞ്ഞ് ഹാൻഡ് ബാഗ് എടുത്തു, ഊറാല എടുത്ത് കഴുത്തിലിട്ടു. ഓടുന്ന പ്ലെയിനിൽ അവളുടെ അടുത്ത് വന്നിരുന്നു. അവൾക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവളെ ആശീർവദിച്ചിട്ട് പറഞ്ഞു, കുമ്പസാരിച്ചോറാൻ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞോളാൻ പറഞ്ഞു. അടുത്തിരിക്കുന്നതൊക്കെ ചൈനക്കാരാണ്, ആർക്കും ഒന്നും മനസ്സിലായില്ല. ഓടുന്ന പ്ലെയിനിലിരുന്ന് അവൾ കുമ്പസാരിച്ചു. പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ അവൾക്ക് പാപമോചനം കൊടുക്കുകയാണ്. അച്ഛൻ ഇതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ആകാശ മേഘങ്ങളുടെ മുകളിൽ വെച്ച് പോലും ദൈവം ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ തുറന്നു കൊടുത്തു. നീ പോകുന്ന ട്രാക്ക് തെറ്റാണെന്ന് കാണിച്ചു കൊടുക്കാൻ ദൈവം ഒരു പെൺകുട്ടിയുടെ കണ്ണുകളെ ആകാശത്ത് വെച്ച് തുറന്നു കൊടുത്തു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരിലൂടെയെങ്കിലും കണ്ണ് തുറപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ കേൾക്കാതെ പോയാൽ നമുക്കത് അപകടമാണ്. ദൈവം തിരുത്താൻ ഓടി വരുമ്പോൾ നമ്മൾ അതിനെ കേൾക്കണം. ദാവീദ് രാജാവ് വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു. രാജാവാട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, രാജാവേ നീയാണ് പാപി, നീയാണ് വ്യഭിചാരി, നീയാണ് കൊലപാതകി. വേണമെങ്കിൽ ദാവീദിന് അവന്റെ തല വെട്ടിക്കളയാമായിരുന്നു. എടാ, കൊട്ടാരത്തിൽ കയറി വന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ പാപം വിളിച്ചു പറഞ്ഞവനെ നിന്റെ തല വെട്ടട്ടെ എന്ന് പറയാം. ഹേറോദേസ് അതുപോലെയാണ് സ്നാപക യോഹന്നാൻ തല വെട്ടിക്കളഞ്ഞത്. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദാവീദ് വ്യത്യസ്തനായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് അവന്റെ പാപം വിളിച്ചു പറഞ്ഞപ്പോൾ ദാവീദ് സിംഹാസനത്തിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. എഫാത്താ, തുറക്കപ്പെടട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ദാവീദിന്റെ കണ്ണുകൾ തുറന്നു. അവന്റെ പാപം അവൻ വ്യക്തമായിട്ട് കണ്ടു, അവന്റെ വ്യഭിചാരം അവൻ കണ്ടു, അവന്റെ കൊലപാതകം അവൻ കണ്ടു, അവന്റെ ജീവിതത്തിന്റെ ട്രാക്ക് വഴിതെറ്റിപ്പോയത് അവൻ കണ്ടു. അവൻ വാവിട്ട് നിലവിളിച്ചു. 51-ാം സങ്കീർത്തനം എഴുതി വെച്ചു. ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം ദാവീദ് വ്യഭിചാരം ചെയ്തെന്ന്. അവൻ 51-ാം സങ്കീർത്തനം എഴുതി വെച്ചത് ലോകം മുഴുവൻ ഇത് വായിച്ചോട്ടെ, എങ്കിലും സാരമില്ല, എനിക്ക് എന്റെ ദൈവത്തിന്റെ അടുത്ത് ഒരു പാപമോചനം കിട്ടണം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സോളമന്റെ മകൻ എന്നല്ല യേശു പറഞ്ഞത്, ഞാൻ ഏലിയാടെ മകൻ എന്നല്ല യേശു പറഞ്ഞത്, ഞാൻ ഏലീഷയുടെ മകൻ എന്നല്ല പറഞ്ഞത്, ഞാൻ മോശയുടെ മകൻ എന്നല്ല യേശു പറഞ്ഞത്, ഞാൻ ജോഷുവയുടെ മകൻ എന്നല്ല പറഞ്ഞത്. യേശു എന്താ പറഞ്ഞത്? ഞാൻ ദാവീദിന്റെ പുത്രനാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ദാവീദിന്റെ പുത്രന് ഹോസാന, ഹോസാന, ഹോസാന. കാരണം എന്താണെന്നറിയാമോ? ദൈവം കണ്ണുകളെ തുറന്നു കൊടുത്തപ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് താഴ്ത്തി കൊടുത്തൊരു മനുഷ്യൻ, എനിക്ക് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് നിലവിളിച്ചൊരു മനുഷ്യൻ, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് നിലവിളിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കുടുംബത്തിൽ പിറക്കാൻ കർത്താവിന് മടിയുണ്ടായില്ല. ആ മനുഷ്യന്റെ മകനാണെന്ന് വിളിച്ചു പറയാൻ കർത്താവിന് യാതൊരു മടിയും ഉണ്ടായില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊരു കാര്യം ഓർക്കണം, ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ വിടുതൽ വിടുതൽ, അനുഗ്രഹം അനുഗ്രഹം, അഭിഷേകം അഭിഷേകം, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തെ ആരെങ്കിലും പോയിന്റ് ചെയ്യുമ്പോൾ ആ ക്ലാസ് കേൾക്കാൻ വലിയ കുഴപ്പമില്ല. പാപത്തിന്റെ ക്ലാസ് വലിയ സുഖമൊന്നുമില്ല, നമ്മൾ ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് അഭിഷേകത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ കണ്ണു തുറന്നിരിക്കണം. അങ്ങനെ നമ്മൾ പറയരുത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കുടുംബജീവിതത്തിന്റെ ക്ലാസ് കേൾക്കാൻ കൊള്ളാം, അഗ്നി അഭിഷേകം കേൾക്കാൻ കൊള്ളാം, പക്ഷേ പാപത്തിന്റെ ക്ലാസ്സിന് നന്നായിട്ട് ഉറങ്ങാം. അങ്ങനെ പറയരുത്. അവിടെയാണ് പലപ്പോഴും ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് പോയിന്റ് ചെയ്തു തരുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ എല്ലാവരും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കണം. വെരി ഗുഡ് മക്കളെ, നന്നായിട്ട് ഉച്ചത്തിന് കർത്താവിനെ ഇറക്കിക്കൊണ്ടുവരണമെന്ന്. കർത്താവിനെ ഇറക്കിക്കൊണ്ടുവരണം, സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരണം. മാലാഖമാരുടെ അകമ്പടിയോട് രാജാവ് എഴുന്നള്ളി വന്ന് കെട്ടുകൾ അഴിക്കുന്ന രാത്രിയായി തീരട്ടെ. The power of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ശക്തി, mighty anointing of the Holy Spirit, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ ലോകം മുഴുവൻ. ശാലോം ടിവിയിൽ നിന്നും അഭിഷേകം ഒഴുകി ഇറങ്ങട്ടെ. The power and anointing of the Holy Spirit. Hallelujah. ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം.
ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തന്റെ ശാസനത്തെ നീ ഒരിക്കലും അവഗണിക്കരുത്. ഹെബ്രായ ലേഖനം 12:5, എന്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുന്നു. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ ഒരു പള്ളിയിൽ കുർബാന നടക്കുകയാണ്. ഏറ്റവും പുറകിലത്തെ കസേരയിൽ ആ ഇടവകയിലെ ഏറ്റവും വലിയ കുടുംബത്തിലെ അംഗം, ഏറ്റവും വലിയ സമ്പന്നൻ, ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ളവൻ, പൊങ്ങിപ്പോകാൻ പിന്നെ വേറൊന്നും വേണ്ട. ഏറ്റവും വലിയ കുടുംബം, ഏറ്റവും വലിയ ശമ്പളം, ഏറ്റവും നല്ല സൗന്ദര്യം, ഏറ്റവും നല്ല കുടുംബം, പണം, വിദ്യാഭ്യാസം എല്ലാം കൂടെയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ഫ്രാൻസിസ് സേവിയർ. ആളുകൾ കാണുമ്പോൾ കൈകൂപ്പിക്കൊണ്ട് സാർ എന്ന് വിളിക്കുന്ന ആള്. അദ്ദേഹം എന്നും പള്ളിയുടെ പുറകെ കൈയും കെട്ടിയേ നിൽക്കത്തുള്ളൂ. ആളുകളെല്ലാം കൈ കൂപ്പുമ്പോൾ കൈ കൂപ്പത്തില്ല, അതിന്റെ ആവശ്യമില്ല, കൈ കെട്ടിയേ നിൽക്കത്തുള്ളൂ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. പക്ഷെ അന്ന് രാവിലെ കുർബാന ചൊല്ലാൻ വന്നത് ഇഗ്നേഷ്യസ് ലോയോള എന്ന് പറയുന്ന ഒരു വൈദികനായിരുന്നു. ഹല്ലേലൂയ. അദ്ദേഹം കുർബാനയ്ക്ക് കടന്നു വന്നു. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. വിശുദ്ധ ബലി ആരംഭിച്ചതും അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു. തന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്നു വീഴുന്നു. ആളുകൾ കർച്ചീഫ് എടുത്ത് തുടയ്ക്കുകയാണ്, നന്നായിട്ട് തുടയ്ക്കുകയാണ്. അദ്ദേഹം എല്ലാരെയും നോക്കി. പക്ഷെ കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹവും കരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പള്ളി മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആഞ്ഞടിച്ചു. ദൈവത്തിന്റെ സ്നേഹം കടന്നു വന്നു. താൻ എന്തിനാണ് കരയുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കുർബാനയുടെ സമയം മുഴുവൻ കരഞ്ഞു. പ്രസംഗത്തിന്റെ സമയമായി. ഇഗ്നേഷ്യസ് ലോയോള ദൈവവചനമായിട്ട് മുന്നോട്ട് വന്നു. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? വിരൽ ചൂണ്ടിക്കൊണ്ട് അഭിഷേകത്തോടെ ഇഗ്നേഷ്യസ് ലോയോള പ്രസംഗിക്കുകയാണ്. തന്റെ ഹൃദയത്തിലേക്ക് വന്നത് കൊണ്ടു. അല്ലയോ മനുഷ്യ, നീ ആരായാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? നീ ലോകം മുഴുവൻ നേടിയാലും. ഫ്രാൻസിസ് സേവ്യറിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഫ്രാൻസിസ് സേവ്യറാണ് ഒടുവിൽ ഭാരതത്തിൽ വരുന്നതും ഗോവയിൽ ഇപ്പോൾ അഴുകാതിരിക്കുന്നതും. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആ മനുഷ്യനെ നമ്മുടെ നാട്ടിൽ കാണുന്നു, ഭാരതത്തിൽ കാണുന്നു, ഗോവയിൽ കാണുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇപ്രാവശ്യം അവിടെ പോയി ഡെഡ് ബോഡി കണ്ടത്, അഴുകാത്ത ശരീരം. ഇതിന് തുടക്കമിട്ടത് എപ്പോഴാണെന്നറിയാമോ? തെറ്റ് തിരുത്തുന്ന ഒരു പ്രസംഗം. എഫാത്താ ഇഗ്നേഷ്യസ് ലോയോള പ്രസംഗിച്ചപ്പോൾ ഈ മനുഷ്യന്റെ കണ്ണുകൾ തുറക്കുകയാണ്. തുറന്നു കൊടുത്തു. അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ പോകുന്ന ട്രാക്ക് തെറ്റാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാമത്തെ തിരുവചനം. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കാട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. വെളിപാട് 3:17. നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും നഗ്നനുമാണെന്ന് തിരിച്ചറിയുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനം എന്നോട് വാങ്ങുക. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ അംബ്രോസിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വിശുദ്ധ അഗസ്തീനോസിനെ ബാപ്റ്റിസം കൊടുത്ത ബിഷപ്പാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ അംബ്രോസ് പറയുന്ന ഒരു സംഭവമുണ്ട്. ദൈവവിശ്വാസമില്ലാതിരുന്ന ഒരു ഭർത്താവും കത്തോലിക്കയായ ഒരു ഭാര്യയും കൂടി നടന്നു പോവുകയാണ്. വൈകുന്നേരം നന്നായിട്ട് നേരം അങ്ങോട്ട് ഇരുട്ടി വരുന്ന സമയത്ത് ഇടിവെട്ടും മഴയും ആരംഭിച്ചു. ശക്തമായ ഇടിവെട്ടിൽ ഇയാൾ കിട്ടുകിട്ട വിറക്കുകയാണ്. ഇയാൾ പറഞ്ഞു, എടി നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് കയറി നിൽക്കാം. അവള് പറഞ്ഞു, എന്തിനാ അച്ചായ, വാ, നിനക്ക് പേടിയില്ലേ? ആ ഭാര്യ ഒരു മറുപടി കൊടുത്തു. അച്ചായന്റെ മുഖത്ത് നോക്കി, അച്ചായ, അപ്പച്ചൻ സംസാരിക്കുമ്പോൾ മക്കൾ ആരെങ്കിലും പേടിക്കാറുണ്ടോ അച്ചായ? പ്രൈസ് ദി ലോർഡ്. അയാളെ ചോദിച്ചു, ഇനി എന്താണ് നീ പറയുന്നത്? ഇതെന്റെ സ്വർഗത്തിലെ അപ്പച്ചന്റെ സംസാരമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ അപ്പച്ചൻ സംസാരിക്കുമ്പോൾ എനിക്കൊരു പേടിയുമില്ല അച്ചായ. ഇത് ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ചന്റെ സംസാരമാണ്. അച്ചായ നടന്നേ. വിശുദ്ധ അംബ്രോസ് പറയാണ്, ആ ഭാര്യ വലിയ പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ല, ഒരു കൊച്ചു മെസ്സേജ് പറഞ്ഞുള്ളൂ. ഈ ഇടിപെട്ടുന്നത് സ്വർഗത്തിലെ പിതാവിന്റെ സംസാരമാണ്. അത് കേട്ട് മക്കൾ ആരും പേടിക്കാറില്ല. അയാളുടെ നിന്ന നിപ്പിൽ അയാളുടെ കണ്ണു തുറന്നു. പ്രൈസ് ദി ലോർഡ്. അയാൾ ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എടീ, എനിക്കിപ്പോ ഒരു കാര്യം പിടികിട്ടി, നിന്റെ ഭക്തി വെറുതെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ കിടുകിടാ വിറയ്ക്കുന്ന സമയത്തും നിനക്ക് ഇത്രമാത്രം ധൈര്യം വരണമെങ്കിൽ നിന്റെ ദൈവം സത്യമാണ്. ഈ നിമിഷം മുതൽ നിന്റെ യേശു എന്റെയും യേശു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ഭാര്യയുടെ മനോഹരമായ കൊച്ചു വാക്ക് നിരീശ്വരവാദിയായ ഒരു ഭർത്താവിന്റെ കണ്ണുകൾ തുറന്നു കൊടുക്കുകയാണ്. എഫാത്താ എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ചേർന്ന് പറഞ്ഞേ മക്കളെ ഹല്ലേലൂയ. 3, പോരാട്ടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ സംരക്ഷണം കാണാൻ കണ്ണു തുറന്നു തരുന്ന ദൈവം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. സിറിയ രാജാവ് എപ്പോഴെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചാലും
ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല. ഇയാൾ കൈ പൊക്കുന്നതിന് മുമ്പേ അവിടെ വിവരം അറിയും. ഒടുവിൽ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, എടാ പട്ടാളക്കാരെ, എല്ലാത്തിന്റെ തല ഞാൻ വെട്ടും. ആരാടാ ഒറ്റിക്കൊടുക്കുന്നത്? എടാ ആരാടാ ഒറ്റിക്കൊടുക്കുന്നത്? ഞാൻ എൻ്റെ കിടപ്പറയിലിരുന്ന് പറയുന്ന കാര്യം പോലും ശത്രു രാജ്യം അറിയുന്നത് എങ്ങനെയാടാ? ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, രാജാവേ ഞങ്ങളുടെ തലയൊന്നും വെട്ടിക്കളേണ്ട കാര്യമില്ല, കാര്യം ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. രാജാവ് പറഞ്ഞു, പറടാ. അവൻ പറഞ്ഞു, രാജാവേ ആ ഇസ്രായേലിലുണ്ടല്ലോ ഒരു മനുഷ്യനുണ്ട്, അവന്റെ പേരാണ് ഏലീഷ. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ഇവിടെ ഭാര്യയോട് പറയുന്ന കാര്യം പോലും അവൻ ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് അവനത് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് അങ്ങേക്ക് അവരെ തോപ്പിക്കാൻ പറ്റാത്തത്. രാജാവ് പറഞ്ഞു, ആരവിടെ? ഒരു 10,000-50,000 പട്ടാളക്കാരും കുതിരപ്പട്ടാളം വരും, അവന്റെ തല വെട്ടിട്ട് തന്നെ ബാക്കി കാര്യം. എല്ലാം കൂടെ പടപടപടാന്ന് പറഞ്ഞു ഓടി ഏലീഷയുടെ വീടിന്റെ മുമ്പിൽ വന്ന് റൗണ്ട് അടിച്ചു. രാവിലെ ഏലീഷയുടെ ഭൃത്യൻ പല്ല് തേക്കാൻ പേസ്റ്റും കോൾഗേറ്റും ഒക്കെ എടുത്ത് ടങ് ക്ലീനറും ഒക്കെ എടുത്ത് പുറത്തേക്ക് വന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. വീടിന്റെ 4 ഭാഗത്തും പട്ടാളവും രഥങ്ങളും കുതിരപ്പട്ടാളവും വാളും. അയാൾ പേസ്റ്റും താഴെ ഇട്ടിട്ട് ഓടി അകത്തോട്ട് എന്നിട്ട് പറഞ്ഞു, യജമാനനെ ഇനി പല്ല് തേക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ രണ്ടുപേരുടെയും തല വെട്ടിക്കൊണ്ടു പോകും. ഹല്ലേലൂയ. ഏലീഷ ചോദിച്ചു, എന്താടാ കാര്യം? ഇവിടെ മുഴുവൻ പട്ടാളക്കാർ നിറഞ്ഞു നിൽക്കുന്നു. പെട്ടെന്ന് ഏലീഷ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ അവരുടെ ഭാഗത്തുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കാണുവാൻ ഇവന്റെ കണ്ണുകളെ തുറന്നു കൊടുക്കണമേ. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ഇവന്റെ കണ്ണുകളെ തുറന്നു കൊടുക്കണമേ. കർത്താവ് ദാസന്റെ കണ്ണുകളെ തുറന്നു കൊടുത്തു. ദാസൻ ഒരു കാഴ്ച കണ്ടു. സ്വർഗീയ രഥങ്ങളും അഗ്നി കുതിരകളും സ്വർഗത്തിന്റെ പട്ടാളക്കാരും ഈ പ്രദേശം മുഴുവൻ റൗണ്ട് അടിച്ച് കാവൽ നിൽക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സ്വർഗത്തിന്റെ പട്ടാളം റെഡിയായിട്ട് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളുമായിട്ടൊരു സംഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ സാധു സുന്ദർ സിംഗ് ടിബറ്റിൽ പോയി പ്രസംഗിച്ചു. അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി. ഇവിടെ കയറരുതെന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ചെന്ന് പ്രസംഗിച്ചു. രാജാവ് അദ്ദേഹത്തെ ഒരു കിണറ്റിന്റെ അകത്ത് കൊണ്ടിട്ടിട്ട് മുകൾ ഭാഗം വലിയൊരു അടപ്പ് വെച്ച് വലിയൊരു പൂട്ടിട്ട് പൂട്ടി അതിന്റെ താക്കോല് അദ്ദേഹം അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുകയാണ്. രാത്രി കുഴിടകത്തേക്ക് വീണ സാധു സുന്ദർ സിംഗ് കണ്ണ് കാണാൻ പോയ പതുക്കെ തപ്പി നോക്കിയപ്പോൾ മനസ്സിലായി ചുറ്റിലുമെല്ലാം കിടക്കുന്നത് അസ്ഥി പഞ്ചരങ്ങളാണ്. ഇത് വീണവരെല്ലാം ചത്തുപോയി, ഇപ്പൊ വെറും എല്ല് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കൈവച്ച് നോക്കിയപ്പോൾ മൊത്തം എല്ലാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ കിടന്ന് മരിക്കും. പക്ഷെ പാതിരാത്രി 1 മണിയായപ്പോൾ ഈ കിണറിന്റെ ഡോറ് മൂടി തുറക്കപ്പെടുന്നത് കണ്ടു. ഒരു കയറ് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. ഒരു ശബ്ദം കേട്ടു, ഇതിൽ പിടിച്ച് കയറിക്കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം ആ കയറിൽ പിടിച്ചു. കയറ് അദ്ദേഹത്തെ പൊക്കിയെടുത്തു. അദ്ദേഹം കിണറ്റിന്റെ പുറത്ത് വന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ആരും ഇല്ലാന്ന് മാത്രമല്ല, കിണറിന്റെ മൂടി അങ്ങനെ തന്നെ അടച്ചിട്ട് പൂട്ട് അങ്ങനെ തന്നെ ഇട്ട് പൂട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് മനസ്സിലായി ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം നേരെ പിറ്റുന്ന പ്രഭാതത്തിൽ രാജാവിന്റെ മുമ്പിലേക്ക് ചെന്നു. രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, ആരാടാ നിന്നെ തുറന്നു വിട്ടത്? എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് അരക്കെട്ടിൽ നോക്കിയപ്പോൾ താക്കോൽ അവിടെ തന്നെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. രാജാവ് ഓടിച്ചെന്ന് ഈ കിണർ നോക്കിയപ്പോൾ ആ പൂട്ട് അവിടെ തന്നെ കിടക്കുന്നതും സാധു സുന്ദർ സിംഗ് അത്ഭുതകരമായിട്ട് പുറത്തു വന്നതും കണ്ടു. ഉച്ചത്തി പറമക്കളെ ഹല്ലേലൂയ. ദൈവത്തിന്റെ സംരക്ഷണം കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു തരട്ടെ. കുളത്തുവയൽ ധ്യാന കേന്ദ്രം നമുക്ക് ശാലോമിന്റെ അടുത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട വർക്കിയച്ഛൻ അവിടെ ജീവിച്ചിരുന്നപ്പോൾ അച്ഛനൊരിക്കൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഒരു സന്ദേശം കൊടുത്തു, നീ രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ടോർച്ചുമായിട്ട് മാത്രമേ ഇനി പുറത്തിറങ്ങാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കൊച്ചു പിള്ളേരോട് പറയുന്നത് പോലെയാണ് ചില സമയത്ത് ഈശോ പറയുന്നത്. ഹല്ലേലൂയ. അച്ഛന് തോന്നി 70 വയസ്സുള്ള എന്നോട് ഈ ടോർച്ചും ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ കർത്താവ്, എങ്കിലും അച്ഛനതനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് മാസങ്ങൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഒരു ദിവസം രാത്രി കറണ്ട് പോയി. അന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി ടോയ്ലറ്റിൽ പോകാൻ പുറത്തിറങ്ങി. ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വന്ന അച്ഛൻ ടോർച്ച് അടിക്കുമ്പോൾ കാണുന്ന കാഴ്ച, അച്ഛൻ്റെ വാതിലിന്റെ ഓടാമ്പലിൽ ഒരു അണലിപ്പാമ്പ് റെഡിയായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്, ആ ഓടാമ്പലിൽ തന്നെ ഇരിക്കുകയാണ്. അന്ന് ടോർച്ച് ഇല്ലാതെ അച്ഛൻ വന്ന ഓടാമ്പലിൽ പിടിച്ചിരുന്നെങ്കിൽ അന്ന് രാത്രിയിൽ അച്ഛൻ അവിടെ അണലിപ്പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു വീഴുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം സംരക്ഷിക്കുന്ന ദൈവം നിന്റെ വലത്തുവശത്ത് 1000-ങ്ങളും നിന്റെ ഇടത്തുവശത്ത് 10,000-ങ്ങളും മരിച്ചു വീഴും. നിന്നെ സംരക്ഷിക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവം തന്റെ പ്രിയപ്പെട്ട മകന് പറഞ്ഞു കൊടുത്തു, അണലിപ്പാമ്പിനെ നിന്നും നിന്നെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മകൻ ഒരു ടോർച്ചുമായിട്ട് കറങ്ങി നടക്കണം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ദൈവം നമ്മളെ വഴി നടത്തുന്ന അത്ഭുതകരമായ രീതികൾക്കായി നമുക്ക് നല്ല ദൈവത്തെ സ്തുതിക്കാം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. 4-മതായി, പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശരായി ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ കണ്ണു തുറക്കുന്നു. ലൂക്കാ സുവിശേഷം 24 നമ്മൾ വായിക്കുമ്പോൾ കാണാം, കർത്താവിന്റെ കുരിശുമരണത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടു പോയ ശിഷ്യന്മാരുടെ കൂടെ ഈശോ വേഷം മാറി നടക്കുന്നു. ഒടുവിൽ അപ്പം മുറിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.
നമ്മൾ ഓർക്കാറില്ലേ, നമ്മൾ ചില ധ്യാനം കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചിലപ്പോൾ ഒരു വചനം വരുമ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത്. ഒരു വചനം, ഒരു പാട്ട് കേൾക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് തുറക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അത്രയും സമയം വരെ ചുമ്മാ ഇരിക്കുകയാണ്, പക്ഷെ ആരോ ഒരു പാട്ട് പാടി നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ്. അത്രയും സമയം ഒരു അനക്കവും ഇല്ല, പെട്ടെന്ന് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ആ ശിഷ്യന്മാരുടെ മുഴുവൻ സങ്കടങ്ങളും മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരിൽ എല്ലാവരും മരിച്ചു, രക്തസാക്ഷികളായി. ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അയാളുടെ പേരാണ് യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പോയി. തനിക്ക് 92 വയസ്സായി. ഈ സമയത്താണ് യോഹന്നാനെ പിടിച്ച് ഒരുപാട് പീഡിപ്പിച്ചതിന് ശേഷം പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടു. തിളച്ച എണ്ണയിലിട്ട് മണിക്കൂറുകൾ വേവിച്ചതിനാൽ ശരീരമെല്ലാം വെന്തുപോയി. ഒരു പരിധിവരെ അദ്ദേഹം നിരാശനായിരുന്നു, സങ്കടപ്പെട്ടിരുന്നു. ശരീരം വെന്തിരിക്കുന്ന സമയത്തും അദ്ദേഹം ദൈവത്തെ മറന്നില്ല. അദ്ദേഹം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ച പ്രഭാതത്തിൽ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. ഒരു വലിയ ശബ്ദം കേട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കി. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം. സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ, ദീപപീഠങ്ങളുടെ മധ്യത്തിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവന്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുക്കിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെത് പോലെ. അവന്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ, വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് ഒരു താക്കോലെടുത്ത് കർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, യോഹന്നാനെ, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. ഉച്ചത്തി പറ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീ എപ്പം മരിക്കണമെന്ന് രാജാവല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് തീരുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ 2 മണിക്കൂർ രാജാവ് തിളച്ച എണ്ണയിലിട്ടാലും നീ ചാകാൻ പോകുന്നില്ല. നീ എപ്പം മരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്റെ കയ്യിൽ മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ കണ്ണ് തുറന്നു നിന്നാൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് മദർ തെരേസ കോൺവെന്റിന്റെ സുപ്പീരിയർ ജനറൽ ആരാ നിങ്ങൾക്ക് അറിയാമോ? സിസ്റ്റർ നിർമ്മല ജോഷി എന്ന പേരുള്ള ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും ഈശോയെ അറിഞ്ഞ ഒരു മകളാണ്. ആ മകൾ എങ്ങനെ ഈശോ അറിഞ്ഞെന്നറിയാമോ? പ്രസംഗം കേട്ടിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ ആരാധന ആലയത്തിൽ പോയി ആരാധന നടത്തിയതിനു ശേഷം വീട്ടിലേക്ക് പോകുന്ന സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി, ഏതാണ്ട് 20-22 പ്രായമുള്ള പെൺകുട്ടി, അവൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവളുടെ കണ്ണിൽ ഒരു കരട് വീണു. ശ്രദ്ധിക്കണം, കണ്ണിൽ ഒരു കരട് വീഴുമ്പോൾ പോലും ചിലപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഇവിടെ എങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നത്. കണ്ണിൽ ഒരു കരട് വീണപ്പോൾ ഈ കരടെടുത്ത് കളയാൻ അവൾ കണ്ണടച്ചു. കണ്ണടച്ച സമയത്ത് നിർമ്മല ജോഷി എന്ന ബ്രാഹ്മണ പെൺകുട്ടി ഒരു കാഴ്ച കാണുകയാണ്. കുരിശിൽ 3 ആണികളിൽ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്ന, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യേശുവിനെ ഈ പെൺകുട്ടി റോഡ് സൈഡിൽ നിന്ന് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ധ്യാന കേന്ദ്രത്തിൽ വച്ചല്ല, ദിവ്യബലിയുടെ മധ്യത്തിൽ വച്ചല്ല, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വെച്ചല്ല, റോഡിലൂടെ നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ണിൽ കരട് വീണ സമയത്ത് കണ്ണടഞ്ഞു. ഈ സമയത്ത് അവൾ യേശുവിനെ ദർശനത്തിൽ കണ്ടു. ഹല്ലേലൂയ. അവൾ വീട്ടിൽ ചെന്ന് അവളുടെ പപ്പയോട് പറഞ്ഞു, പപ്പാ, ഞാൻ ഇന്ന് യേശുവിനെ കണ്ടു. ആർക്കും അംഗീകരിക്കാൻ പറ്റിയില്ല. ഒടുവിൽ മദർ തെരേസയോട് കാര്യം പറയുന്നു. ഇന്ന് അവൾ മദർ തെരേസ കോൺവെന്റിന്റെ ലോകമാകമാനമുള്ള സിസ്റ്റേഴ്സിന്റെ എല്ലാം അമ്മയാണ്, മദർ ജനറലാണ്. മദർ സിസ്റ്റർ നിർമ്മല ജോഷി. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം അന്ന് അവളുടെ കണ്ണുകളെ തുറന്നു കൊടുത്തു. അവൾ കാണേണ്ടത് കണ്ടു. ഉച്ചത്തി പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ കൂടെ പോകണമെങ്കിൽ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, ഒരു തീ കത്തിക്കൊണ്ടിരിക്കണം, ഒരു ഫയർ കാണണം. കർത്താവ് നോക്കണം, ലോകം മുഴുവൻ ആളുകൾ പാപത്തിൽ ജീവിക്കുമ്പോൾ, കണ്ണുകൾക്ക് തോന്നുന്നതെല്ലാം കാണുമ്പോൾ, വായിക്ക് തോന്നുന്നതെല്ലാം പറയുമ്പോൾ, കുറച്ചു പേര് ഇതിൻ്റെ അകത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളുണ്ടെന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കാണണം. ആ കാണുന്നവരെയാണ് ദൈവം ഇറങ്ങി വന്ന് പിടിപ്പിച്ച് അഭിഷേകം ചെയ്യുന്നത്. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം മാലാഖമാരോട് നോക്കി പറയണം, എന്റെ മോളെ കണ്ടോ, എന്റെ മോളെ കണ്ടോ, എന്റെ മോളെ കണ്ടോ, എന്റെ മോനെ കണ്ടോ. എല്ലാരും ഇരുന്ന് ഉറങ്ങുമ്പോ എന്റെ മോൻ ചില്ലാട്ടിരിക്കുന്നത് കണ്ടോ, അതാ എന്റെ പ്രിയപ്പെട്ട മോൻ. ഉച്ചത്തി പറ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. 5, ഭാവി കാലം കാണാൻ കണ്ണു തുറക്കുന്ന ദൈവം. ശ്രദ്ധിക്കണം, വെളിപാട് പുസ്തകം 4:1, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ട്, എല്ലാം പറയാൻ ഇവിടെ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഞെട്ടിപ്പോകുന്ന സംഭവങ്ങൾ, നമ്മൾ 15-20 വർഷങ്ങൾക്ക് മുമ്പ്, ഈ 20 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സംഭവം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അനുഭവം ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ വചന പ്രഘോഷണം അവസാനിപ്പിക്കാം. വർക്കീച്ചിനെ കുറിച്ച് തന്നെ വീണ്ടും ഓർമ്മ വരികയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റേഴ്സ് വർക്കീച്ചിനടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ ഗുജറാത്തിൽ കച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കുളത്തുവേൽ സിസ്റ്റേഴ്സിന്റെ MSMI സിസ്റ്റേഴ്സിന്റെ ഒരു കോൺവെന്റ് തുടങ്ങാൻ
ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പ്രാർത്ഥിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണം. അച്ഛൻ പറഞ്ഞു ഓക്കെ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ടെന്താണെന്നറിയാമോ? കരിങ്കല്ലുകളെല്ലാം കൂട്ടി തവിടുപൊടിയായി കിടക്കുന്ന കെട്ടിടങ്ങൾ. അച്ഛനൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ഒരു വലിയ ഭൂകമ്പം വന്നിട്ട് എല്ലാം തവിടുപൊടിയായി കിടക്കുന്നതാണ് അച്ഛൻ കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ തൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, മക്കളെ എന്തായാലും ഞാൻ കാണുന്ന കാഴ്ച അത്ര നല്ലതല്ല, നിങ്ങൾ ഗുജറാത്തിലെ കച്ചിൽ പോയി കോൺവെന്റ് തുടങ്ങണ്ട. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ അച്ഛനെ അനുസരിച്ചു. അവർ കോൺവെന്റ് തുറന്നില്ല. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കേരളത്തിൽ പാലാ ഭരണങ്ങാനം പ്രദേശത്ത് ചെറിയ ഒരു മിന്നൽ പോലെ കടന്നു വന്ന് ഒരു ഭൂമികുലുക്കത്തിന്റെ അടയാളം തന്നിട്ട് ഗുജറാത്തിൽ പോയി 42,000 പേരെ കൊന്നുകളഞ്ഞ ഒരു ഭൂകമ്പത്തിൽ ഈ കച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം 30,000 ആളുകൾ മരിച്ചു വീണു. പ്രൈസ് ദി ലോർഡ്. കച്ച് എന്ന് പറയുന്ന പ്രദേശം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകുമാറ് മുഴുവൻ കെട്ടിടങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീണ് തവിടുപൊടിയായി പോയി. കേരളത്തിലെ കുളത്തുവയൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് 75 വയസ്സുള്ള വാർദ്ധക്യത്തിലെത്തിയ കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ പ്രിയപ്പെട്ട പുരോഹിതൻ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ സകലതും അറിയാവുന്ന ദൈവം പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരിക, സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യഫാത്താ, നിന്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കണ്ണുകൾ തുറന്നു. വർക്കിയച്ചൻ മനോഹരമായിട്ട് കണ്ടു സംഭവിക്കാൻ പോകുന്ന കാര്യം. തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തു. അവിടെ കോൺവെന്റ് സ്ഥാപിക്കാൻ ദൈവം സമ്മതിച്ചില്ല. ചെറുത് പറ മക്കളെ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, God has a special love for his children and a common love for the people. മലയാളത്തിൽ പറയാം, ദൈവത്തിന് എല്ലാ മനുഷ്യരോടും ഒരു സാധാരണ സ്നേഹമുണ്ട്, തൻ്റെ മക്കളോട് ഒരു സ്പെഷ്യൽ സ്നേഹമുണ്ട്. ചെത്തി പറ ഹല്ലേലൂയ. ഇതൊരിക്കലും മറന്നു കളയരുത്. ദൈവത്തിന് എല്ലാ മനുഷ്യരോടും ഒരു സ്നേഹമുണ്ടെങ്കിലും തൻ്റെ മക്കളോട് ഒരു സ്പെഷ്യൽ സ്നേഹമുണ്ട്. നിങ്ങളതിനോട് ചിലപ്പോൾ യോജിക്കത്തില്ല. ഡോക്ടർ ജോൺ അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോയാലോ? ഞാൻ പറഞ്ഞുതരാം. 1 പത്രോസ് 2:9, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിതഗണം, വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്ത ജനം. ചോർന്ന് പറ ഹല്ലേലൂയ. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 2 വീട്ടിൽ നിന്നും കുഞ്ഞുങ്ങൾ വാവിട്ട് നിലവിളിക്കുകയാണ്. 2 വീട്ടിൽ തീപിടുത്തം ഉണ്ടായി. ഒന്ന് അയൽ വീട്, ഒന്ന് നിങ്ങളുടെ വീട്. അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങൾ ഏത് വീട്ടിലേക്കായിരിക്കും ഓടിക്കേറുന്നത്? എന്ത് ചോദ്യം ബ്രദർ ഇത്? ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ കുഞ്ഞ് കരയുന്ന വീട്ടിലേക്ക് ഞാൻ ഓടിക്കേറും. ഇതുകൊണ്ടാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33:3 ദൈവത്തിന്റെ ടെലിഫോൺ നമ്പർ എന്നറിയപ്പെടുന്ന വചനമാണ് ജെറമിയ 33:3. നീ എന്നെ വിളിക്കുക, കോൾ അൺടു മീ. ഞാൻ വചനപ്രഘോഷത്തിന്റെ ആദ്യം പറഞ്ഞില്ലേ, അമേരിക്കയിലെ ടെക്സസിൽ ബ്ലഡ് ക്യാൻസർ ബാധിച്ച കുഞ്ഞിന് വേണ്ടി 3 ദിവസം വെള്ളം കുടിക്കാതെ അവളെ പ്രസവിച്ച അമ്മ വീട്ടിന്റെ അകത്ത് കയറി വാതിലടച്ചപ്പോൾ ഇറങ്ങി വന്നൊരു ദൈവം ഈ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു തരുമ്പോൾ എല്ലാം വ്യക്തമാകുകയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു കുഞ്ഞനുഭവം പറയാം. ഈ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാം, അതാണ് അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളാം. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. അവിടെ നിന്ന് നല്ല ദൈവമാണ്. നമുക്ക് കണ്ണുകളടച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഹൃദയം മുഴുവൻ ഞങ്ങൾ തുറന്നു പിടിക്കുകയാണ് ഈ സമയത്ത്. ഈ കഴിഞ്ഞ 1 മണിക്കൂർ സമയം ദൈവത്തിന്റെ വചനവുമായിട്ട് ഞങ്ങൾ കടന്നുപോയി. തുറക്കപ്പെടേണ്ട മേഖലകളെല്ലാം തുറന്നു തരണം. പാപത്തിന്റെ തെറ്റായ വഴികൾ ഇന്ന് കാണിച്ചു തരണം. നൈറ്റ് വിജിലിൽ പാപത്തെ അവിടെ തന്നെ വെച്ചുകൊണ്ട് കൈരണ്ട് പൊക്കിപ്പിടിച്ച് തുള്ളിയാൽ, ആരാധിച്ചാൽ, പാട്ടുപാടിയാൽ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവിൻ. വെറുതെ സ്വരമിട്ടാൽ പോരാ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവിൻ. ദൈവം എന്തെങ്കിലും ഓർമ്മ തരുമ്പോൾ, തെറ്റായ ഒരു ഫോൺ വിളി, തെറ്റായ ഒരു സ്നേഹബന്ധം, കല്യാണം കഴിച്ചതിന് ശേഷവും മൊബൈൽ ഫോണിലൂടെയുള്ള ചില ഫോൺ വിളികൾ, ചില ബന്ധങ്ങൾ, ഇതൊന്നും കാണാത്തതുപോലെ പോയിട്ട് ധ്യാന കേന്ദ്രങ്ങൾ മാറി മാറി ധ്യാനം കൂടിയാൽ, പ്രിയപ്പെട്ട മകളെ, പ്രിയപ്പെട്ട മകനെ, ദൈവത്തിന്റെ അഭിഷേകം കടന്നു വരികയില്ല. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഇതാ ഞാനിതാ കുന്നുകളെ ഇടിച്ച് നിരത്തുന്നു, താഴ്വരകൾ നിരപ്പാക്കുന്നു, വളഞ്ഞ വഴികൾ നേരെയാക്കുന്നു, പരിപരുത്തത് മൃദുവാക്കുന്നു. അങ്ങ് പോയിന്റ് ചെയ്ത് കാണിച്ചു തരുന്ന സകല തെറ്റുകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയുന്നു. മക്കളെ, നമുക്ക് 2 കരവും ഉയർത്തി അപ്പച്ചനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കോടിക്കണക്കിന് ജനങ്ങൾ അപ്പച്ചനെ വേദനിപ്പിക്കുമ്പോൾ നമുക്കിന്ന് പറയാൻ, ഞാൻ എൻ്റെ അപ്പച്ചനെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ കണ്ണ് തുറന്നു തന്നതിന് നന്ദി, എനിക്കാട്ട് വഴി തുറന്നു തന്നതിന് നന്ദി. മഹത്വം കാണിച്ചതാപ്പ, തേജസ് കാണിച്ചു, വഴി തുറന്ന് യഫാത്താ, യഫാത്താ എന്ന് എന്നെ നോക്കി പറയുക. എന്റെ മുൻപിലുള്ള ഉരുക്ക് കോട്ടകൾ യേശു നാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ.
ഭിത്തികൾ തകർന്നു മാറട്ടെ, ചെങ്കടൽ പിളരട്ടെ, ജോർദാൻ വഴി തുറക്കട്ടെ, എഫാത്താ തുറക്കപ്പെടട്ടെ, തുറക്കപ്പെടട്ടെ. ഗ്ലോറി ആമേൻ, ഗ്ലോറി ആമേൻ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, We love you, Daddy. പിതാവേ. We worship you, Daddy. We praise your name. ആബാ പിതാവേ, ലോകം മുഴുവൻ ആബാ പിതാവേ, glorious and mighty. ആബാ പിതാവേ, Holy are you, Lord. Holy are you, Lord. ആബാ പിതാവേ, Holy are you, Lord. ആബാ പിതാവേ, Holy are you, Lord. ആബാ പിതാവേ, പിതാവേ. എല്ലാ മക്കളും ചേർന്നവൻ ലോകം മുഴുവൻ ആബാ പിതാവേ, അപ്പാ, ആബാ ഭൂമി എന്ന് പറയുന്ന ഗോളം, പിതാവേ, ഈ പ്രപഞ്ചം ആബാ പിതാവേ, പിതാവേ. ഉയർത്തി. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പൊന്നു പിതാവേ, സ്നേഹമായ കരുണയായ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ശാന്തമായിട്ടിരിക്കാം. Praise the Lord.